അല്പസമയത്തിനകം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ ഇടതുമുന്നണിയുടെ പ്രകടനങ്ങൾ അവിടെ എത്തിച്ചേരും. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നേരത്തെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ്, അതിന് തൊട്ടടുത്ത് നിന്നാണ് അവരുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു നേരത്തെ ശ്രീജിത്ത്. അവിടെ അതിന് തൊട്ടടുത്ത് നിന്നാണ്, വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് ഇടതുമുന്നണിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിന് ഒരുക്കങ്ങൾ പൂർത്തിയായോ? എന്താണ് ഇടത് ക്യാമ്പിലെ വിവരങ്ങൾ ശ്രീജിത്ത്? ഇടത് ക്യാമ്പിലെ വിശേഷങ്ങൾ ഇതാ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ പി സരിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ വലിയ കട്ടൗട്ടുകളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇടത് പ്രവർത്തകർ കൊടികൾ, അവർ യുവജനതാദളിന്റെ പ്രവർത്തകരുണ്ട്, DYFIയുടെ പ്രവർത്തകരുണ്ട്, അങ്ങനെ മുഴുവൻ പ്രവർത്തകരും കൊടി തോരണങ്ങളൊക്കെ ആയിക്കൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പാലക്കാട് നഗരത്തിലെ ഏതാണ്ട് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിത്തുടങ്ങി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി റോഡ് ഷോയായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. വലിയ തിരക്ക് നമുക്ക് MP രാജേഷിന്റെ ഒക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അവരെല്ലാവരും തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കും. മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ള മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. LDF-ന്റെ മുഴുവൻ നേതാക്കളും ഇവിടെ വലിയ സജ്ജീകരണങ്ങളൊക്കെയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഒരു 4 മണിയോടുകൂടി തന്നെ ഈ റോഡ് ഷോ തുടങ്ങും. മന്ത്രി K കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. മന്ത്രി K കൃഷ്ണൻകുട്ടിയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം? അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു, കൊട്ടിക്കലാശിലേക്ക് നീങ്ങുന്നു. വിജയപ്രതീക്ഷ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയുണ്ട്, യാതൊരു സംശയമില്ല. കേട്ടോ, സംശയമുണ്ടോ? ഇല്ല, യാതൊരു സംശയമില്ല, ഞങ്ങൾക്കല്ല. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ്. കൃഷിക്കാരൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതൊക്കെ ശരിക്കും ഈ പ്രതിഫലിക്കും. യൂറിയ ഞാൻ ചോദിക്കുന്നത്, സരിൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും തന്നെയാണോ പറയുന്നത്? ജയിക്കും, ഉറപ്പായിട്ട്. ഒരു പ്രതികരണം അതാണ്. എന്നാലും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അവസാനവട്ടം എന്താണ് ജനങ്ങളോട്, വോട്ടർമാരോട് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. PK ശ്രീമതി ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചറെ, അവസാന വട്ടമായി കഴിഞ്ഞു, ലാസ്റ്റ് റൗണ്ടായി കഴിഞ്ഞു. ഇന്നിപ്പോ എന്തായാലും നിങ്ങളൊക്കെ ഇവിടുന്ന് പോകും. എങ്ങനെയുണ്ട്, ഒരു ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? ഇത്രയും സുസമ്മതനും സർവ്വതാ യോഗ്യനുമായ ഒരു സ്ഥാനാർത്ഥി ഞാൻ യഥാർത്ഥത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. അത്രയും സുസമ്മതനാണെന്ന് ഈ കഴിഞ്ഞ ഒരു മാസത്തെ പ്രവർത്തനത്തിനിടയിൽ എനിക്ക് ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്ടേൺസ് അതാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ പാലക്കാടാണ് സ്ഥലം, 3ാം സ്ഥാനത്ത് നിന്നിരുന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒരു വിഷയമേ അല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനവും ഒപ്പം ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അതിനേക്കാൾ ഉപരി ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥിത്വവും ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായിട്ടൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ സരിൻ വിജയിക്കും. അത് ഈ പാലക്കാട് മണ്ഡലത്തിലെ ബഹുജനങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഡോക്ടർ സരിനെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു MLA. ഭൂരിപക്ഷത്തിന്റെ അല്ല പ്രശ്നം, ഞങ്ങള് മുന്നിലേക്ക് വരും, അത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. കോൺഗ്രസിന് തന്നെ. ഓ, തീർച്ചയായിട്ടും. MP രാജേഷ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. MBR, മുസ്ലിം ലീഗ് കൃത്യമായ രീതിയിൽ ഇപ്പോഴും മറ്റേ വിഷയം മാത്രമാണ് ഉയർത്തുന്നത്. പാണക്കാട് തങ്ങളെ പറഞ്ഞ വിഷയം മാത്രമാണ് ഉയർത്തുന്നത്. സുധാകരന്റെ വിഷയം ചർച്ച ചെയ്യുന്നില്ല. എന്താണ് തോന്നുന്നത്? ലീഗ് ഇപ്പൊ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പാണക്കാട് തങ്ങൾ ആരാ? ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. ലീഗ് പ്രസിഡന്റാണോ വിമർശിച്ചിരിക്കും. സുധാകരന്റെ ജാമ്പവാൻ കാലത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പാലക്കാട് പ്രതിഫലിക്കാന്ന് കരുതുന്നത്? അതെ, അതിന് ലീഗ് മറുപടി പറയണം. അതേ അഭിപ്രായമാണോ ലീഗിന്?
ബാബറി മസ്ജിദിന്റെ തകർച്ച ജാംബവാന്റെ കാലത്തേതാണ് എന്ന് പറഞ്ഞ് മറന്നു കളയേണ്ടതാണ് എന്നതാണോ ലീഗിന്റെ അഭിപ്രായം എന്ന് ലീഗ് പറയേണ്ടതാണ്. ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് മന്ത്രി കസേര കെട്ടിപ്പിടിച്ചിരുന്നവരാണ് ലീഗുകാർ. അതുകൊണ്ട് ഈ ലീഗിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും. അവരുടെ മനസ്സിലെ ഹൃദയത്തിലെ മുറിവാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച. ജനങ്ങൾക്കിടയിൽ ചർച്ചയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും കാര്യത്തിൽ സംശയം വേണ്ട. LDF പാലക്കാട് മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടിയിരിക്കും. തീർച്ചയായും ഇടത് നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. Yes, yes, മന്ത്രി yes. കൃഷ്ണൻകുട്ടി സംസാരിച്ചു, PK സിംഗ് സംസാരിച്ചു, MP രാജേഷ് അവസാനം അത് ശരി ശ്രീജിത്ത്, ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇടത് ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്, ഒപ്പം അവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണ് ശ്രീജിത്ത് എത്തിച്ചത്.